ഇതാ മോളെ ഞാൻ പറയുന്നത്. നീ നിൽക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം. നീ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിന്നെ നോക്കാൻ നല്ലൊരു അമ്മ വേണം. എനിക്ക് നല്ലൊരു അമ്മ ഉണ്ടല്ലോ വല്യമ്മ, എന്റെ ദൈവമാ. ഇന്ദ്രജയ്, നിനക്ക് എന്റെ കുഞ്ഞിനെയോ അവളുടെ മകളെയോ പൂട്ടിയിടാനാവില്ല. മീനാക്ഷിയും വൈഗമോളെയൊക്കെ ഞാൻ പൂട്ടിയിടാറുണ്ട്. അതെ, എന്റെ ഹൃദയത്തിനുള്ളിലാ. അല്ല, പുറത്ത് കുറച്ചു മുൻപ് ആരാ വന്നത് വല്യമ്മ? ആ ഓ അതോ, എന്റെ പരിചയക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. മോളിങ്ങ് വന്നേ. പോട്ടെ പോട്ടെ, കരയണ്ടാട്ടോ. വല്യമ്മ, ഞാൻ പോയിക്കോട്ടെ. അവിടെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അച്ഛന്റെ കിടപ്പ് കണ്ടിട്ടും നിനക്ക് പെട്ടെന്ന് പോകാനല്ലേ താല്പര്യം? അച്ഛൻ കണ്ണു തുറന്നു കഴിഞ്ഞ് നീ ഒന്ന് കണ്ടിട്ട് പോ മോളെ, നിന്റെ മുത്തച്ഛന്. ഇനി ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലോ? മോളി വാ. താങ്ക് യു മോളി. ആ കിളിക്കാൻ പെട്ടിയുടെ ഐഡിയ അത്യുഗ്രൻ. അതങ്ങോട്ട് കലക്കി. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം മാഡം? മീനാക്ഷിക്കിപ്പോഴും അവളുടെ ആ ദേവമ്മയോടാ കൂടുതൽ താല്പര്യം. അവളുടെ ഒരു ദേവമ്മ, അത് ഞാനിപ്പോ ശരിയാക്കി തരാം. ഒരു ചെമ്പകമംഗലം, നശിച്ച തറവാട്. ഇവളെ ഏറെക്കുറെ അവിടുന്ന് പുറത്തായിരിക്കുക. ഇനി ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഒരുമിച്ച് ഇവളെ ചവിട്ടി പുറത്താക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ പയറ്റും. ഇനി നന്ദിനിയും കാർത്തിക്കും ഒരു നോക്ക് കാണില്ല ഇവളെ. കൊടുക്കില്ല ഞാൻ ഇവളെ. മീനാക്ഷി എനിക്ക് വേണം. അവളെ ഇവിടെ നിർത്താൻ വേണ്ടി സ്നേഹം കൊണ്ട് മൂടും ഞാൻ അവളെ. മരിച്ചുപോയ എന്റെ മാധുരിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഈ പരിസരങ്ങളിൽ അലയുന്നുണ്ട്. എനിക്കെന്റെ അനുജത്തിയുടെ ആത്മാവിന് മോചനം കൊടുക്കണം. അതിന് മീനാക്ഷി ഇവിടെ വേണം, ഈ വീട്ടിൽ എന്നോടൊപ്പം, എന്റെ മാത്രം മകളായി. കാശ് അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. അവളെ വേണോ എനിക്ക്? മോളി, അതിനു വേണ്ട എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണം. എന്താ, സഹായിക്കില്ലേ? അതിനെന്താ മാഡത്തിന് ഇത്ര സംശയം? ഞാൻ മാഡത്തിന്റെ ഒപ്പമുണ്ട്.